അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തേൻമൊഴി സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ഈ ഒരു വെക്കേഷൻ എല്ലാവരും അടിച്ചു പൊളിച്ചായിരിക്കും അല്ലേ? എല്ലാവരും നിങ്ങളുടെ ഈ ഒരു ഒഴിവ് സമയങ്ങൾ ആസ്വദിച്ചും കളിച്ചുമെല്ലാം കഴിച്ചു കൂട്ടുന്നുണ്ടാവും. പക്ഷേ ഈ ഒഴിവ് സമയം നിങ്ങൾ വെറുതെ കളയാൻ മാത്രം മതിയോ? ഏറ്റവും ഫലപ്രദമായിട്ട് വേണം നമ്മൾ നമ്മുടെ സമയത്തെ വിനിയോഗിക്കാൻ. ഒരുപാട് നന്മകൾ പഠിക്കാൻ നമ്മുടെ ബാലവേദി ടീം നിങ്ങളുടെ മുൻപിൽ എത്താറുണ്ട്. എന്നാൽ ഒരു വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സീരീസുമായിട്ടാണ് തേൻമൊഴി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. തേൻമൊഴി സയൻസ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഏറ്റവും രസകരമായിട്ട് കുറച്ച് ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾക്ക് നമ്മുടെ കൂടെ ചെയ്ത് നോക്കാനുമെല്ലാം നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഈ ഒരു സീരീസിൽ ആദ്യമായിട്ട് ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ആ നാട്ടിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും വിളിച്ചു ചേർത്തു. എന്താണ് ശാസ്ത്രജ്ഞന്മാർ? ആ രാജ്യത്ത് ഏറ്റവും അറിവും പാണ്ഡിത്യവും വൈദഗ്ധ്യവുമുള്ളവരാണ് സയൻറ്റിസ്റ്റുമാർ. അങ്ങനെ അവരെ വിളിച്ചു ചേർത്ത് രാജാവ് സയൻറ്റിസ്റ്റുമാരോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയോ? അവരോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവ് ചോദിക്കുകയാണ്, 2 ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്. ആ 2 ബക്കറ്റും ഒരേ വലിപ്പമുള്ള ബക്കറ്റാണ്, ഒരേ അളവിലാണ് വെള്ളമുള്ളത്. അതിൽ ഒരു ബക്കറ്റിലേക്ക് ചത്ത മീനിനെയും ഒരു ബക്കറ്റിലേക്ക് ജീവനുള്ള മീനിനെയും ഇടുന്നു. രണ്ടും ഒരേ വലുപ്പമുള്ള മീനുകളാണ്. എങ്കിൽ ഏത് ബക്കറ്റിലെ വെള്ളമാണ് നിറഞ്ഞൊലിക്കുക? ഇതായിരുന്നു രാജാവിൻ്റെ ചോദ്യം. അപ്പോൾ സയൻറ്റിസ്റ്റുമാരെല്ലാം ഉത്തരം പറഞ്ഞു. കുറച്ച് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു ജീവനുള്ള മീനിനെ ഇട്ട ബക്കറ്റിലെ വെള്ളമാണ് നിറഞ്ഞൊലിക്കുക. കുറച്ച് സയൻറ്റിസ്റ്റുമാർ പറഞ്ഞു ചത്ത മീനിനെ ഇട്ട ബക്കറ്റിലെ വെള്ളമാണ് നിറഞ്ഞൊലിക്കുക. സയൻറ്റിസ്റ്റുമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ രാജ്യത്തെ ഏറ്റവും അറിവും വിവരവുമുള്ള ആളുകളാണ്. ആ ആളുകൾക്ക് പോലും കൃത്യമായ ഒരൊറ്റ ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ രാജാവിന് ഉത്തരത്തിൽ സംതൃപ്തി കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും? സയൻറ്റിസ്റ്റുമാർക്ക് തന്നെ 2 അഭിപ്രായം. അപ്പോൾ രാജാവ് സയൻറ്റിസ്റ്റുമാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച സമയം നൽകും. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് ആ ഒരു രാജസന്നിധി പിരിച്ചുവിട്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എല്ലാവരും തിരികെ കൊട്ടാരത്തിലെത്തി രാജാവ് വീണ്ടും ഇതേ ചോദ്യം സയൻറ്റിസ്റ്റുമാരോട് ചോദിച്ചു. അപ്പോഴും പകുതി സയൻറ്റിസ്റ്റുമാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജീവനുള്ള ബക്കറ്റിലെ മീനെ ഇട്ട വെള്ളമാണ് നിറഞ്ഞൊലിക്കുക. കുറച്ച് ആളുകൾ പറഞ്ഞു ചത്ത മീനിനെ ഇട്ട ബക്കറ്റിലെ വെള്ളമാണ് നിറഞ്ഞൊലിക്കുക. ഇവിടെ സയൻറ്റിസ്റ്റുമാർ എന്താണ് കഴിഞ്ഞ ഒരാഴ്ച ചെയ്തത്? സയൻറ്റിസ്റ്റുമാർ ചെയ്തത് അവർക്ക് കിട്ടാവുന്ന എല്ലാ സയൻസ് ഗ്രന്ഥങ്ങളും ബുക്കുകളുമെല്ലാം റെഫർ ചെയ്യുകയും വിവിധ ഇക്വേഷൻസുകളെല്ലാം അപ്ലൈ ചെയ്യുകയും അതുവഴി അവരൊരു അനുമാനത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. ആ സമയത്ത് രാജാവ് വീണ്ടും ദേഷ്യപ്പെട്ടു. കാരണം ഇപ്പോഴും സയൻറ്റിസ്റ്റുമാർക്ക് കൃത്യമായി ഒരൊറ്റ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ചോദിച്ച ചോദ്യം തെറ്റാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരും ആ കുട്ടിയെ സങ്കടത്തോടു കൂടി നോക്കി. എന്തായിരിക്കും കാരണം? രാജാവിനോട് ധിക്കാരം പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? രാജാവിനോട് ധിക്കാരം പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെയല്ല സംഭവിച്ചത്. രാജാവ് ആ കൂട്ടുകാരനെ
വിളിച്ച് അഭിനന്ദിച്ചു. മോനെ, നീ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ചോദ്യം തെറ്റാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യം തെറ്റാണ് എന്ന് പറഞ്ഞത്? അപ്പോൾ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. രാജാവ് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി 2 ബക്കറ്റ് എടുത്തു. 2 ബക്കറ്റ് എടുത്ത് 2ലും നിറയെ വെള്ളം ഒഴിച്ചു. ഒരേ വലിപ്പമുള്ള 2 മീനുകളെ എടുത്ത് ഒന്നിൽ ചത്ത മീനിനെയും ഒന്നിൽ ജീവനുള്ള മീനിനെയും ഇട്ടു. എന്നിട്ട് ഞാൻ പരീക്ഷിച്ചു നോക്കിയപ്പോൾ 2 ബക്കറ്റിലെയും വെള്ളം നിറഞ്ഞൊലിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ 1 ബക്കറ്റിലെ വെള്ളം മാത്രം നിറഞ്ഞൊലിക്കും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 2 ബക്കറ്റിലെയും വെള്ളം നിറഞ്ഞൊലിക്കും. കൂട്ടുകാരെ, എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? സയൻറ്റിസ്റ്റുമാർ ചെയ്തത് എന്താ? കൃത്യമായിട്ട് ഇക്വേഷൻസും ബുക്കുകളുമെല്ലാം റെഫർ ചെയ്തു. എന്നാൽ ആ ഒരു കൊച്ചുമിടുക്കനായ കുട്ടി ചെയ്തത് രാജാവ് പറഞ്ഞ കാര്യം വീട്ടിൽ പോയി ചെയ്തു നോക്കി. നിങ്ങളെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നിങ്ങൾ EVSൻ്റെ ഭാഗമായിട്ടോ സയൻസിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് പുസ്തകത്തിൽ മാത്രം ഒതുക്കാതെ അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിക്കൊണ്ട് നമ്മൾ ചെയ്തു നോക്കണം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികളായി മാറുക. നിങ്ങൾക്കെല്ലാവർക്കും ചെറിയ ചെറിയ സയൻറ്റിസ്റ്റുകളായിട്ട് മാറാൻ ഇപ്പോൾ തന്നെ സാധിക്കും. അപ്പോൾ അതിനെല്ലാം എല്ലാവർക്കും സാധിക്കണം. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകളും പരീക്ഷണങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ബാലവേദിയുടെ കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി, നന്മയുടെ വഴി.